2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ടി.എൻ. പ്രതാപനെ തോൽപ്പിക്കാൻ DCC സെക്രട്ടറി ടി.എൻ. ചന്ദ്രൻ ശ്രമിച്ചുവെന്ന് മറ്റത്തൂരിലെ കോൺഗ്രസ് വിമതൻ കെ.ആർ. ഔസേപ്പ്. താൻ മണ്ഡലം ഭാരവാഹിയായിരുന്ന സമയത്ത് സജീവമായി പ്രവർത്തിച്ചു. എന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ വേണ്ടതില്ല എന്നായിരുന്നു ചന്ദ്രന്റെ നിലപാടെന്നും കെ.ആർ. ഔസേപ്പ് പറഞ്ഞു. മറ്റത്തൂരിൽ നേരത്തെ കോൺഗ്രസ് സഹയാത്രികനും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുകയുമൊക്കെ ചെയ്ത കെ.ആർ. ഔസേപ്പ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും LDF-നൊപ്പം ചേർന്ന് ഒരു മുന്നണി അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് മറ്റത്തൂരിൽ സാധാരണഗതിയിൽ ഉണ്ടാവാത്ത മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾ പുറമെ പല ആളുകളും പറയുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ എൻ്റെ നിലപാട് കൃത്യമായും വ്യക്തമായും ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷനെ നേരിട്ടപ്പോൾ വാർഡിലെ ജനങ്ങൾ എന്നോട് ചോദിച്ചു, വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുമെന്ന്. പ്രബുദ്ധരായ ജനങ്ങൾക്ക് അറിയാലോ, ഒരു സ്വതന്ത്രനായി മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം. അവർ ചോദിച്ചതിന് അന്ന് വ്യക്തമായി ഞാൻ അവരോട് മറുപടി കൊടുത്തിരുന്നു, ഞാനൊരു വർഗീയ കക്ഷിയുമായിട്ട് കൂട്ടുകൂടില്ല. വർഗീയ കക്ഷികളല്ലാത്ത ഏതെങ്കിലും കക്ഷികളുമായിട്ട് ഞാൻ കൂട്ടുകൂടും. അത് ഞാൻ അവരുടെ പക്ഷം ചേർന്ന് 5 കൊല്ലക്കാലം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ അവരോട് കൊടുത്ത വാക്ക്. ആ വാക്കിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇനിയും അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം നിങ്ങളുടെ വീട്ടിൽ തൊട്ട് തലേ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ചില ആളുകൾ വന്നിരുന്നു. ആരൊക്കെയാണ് വന്നത്? അവരെന്താണ് സംസാരിച്ചത്? അത് നമ്മളുടെ നിലവിലെ മറ്റത്തൂർ പഞ്ചായത്തിന് മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കൾ, DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളാണ് അന്ന് തന്നെ 23-ാം തീയതി രാത്രി 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയപ്പോൾ ഇവരെൻ്റെ വീട്ടിലേക്ക് വന്നത്. കൃത്യമായി പറയുന്നത് എൻ്റെ വീട്ടിൽ CCTV ഉണ്ട്. ആ TV-യിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ പരിശോധിച്ചിട്ടാണ് ഞാൻ ആ സമയം പറഞ്ഞത്. ഇവരെൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, ഔസേപ്പ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ സ്വതന്ത്രനായതുകൊണ്ട് അങ്ങനെ അവർ എൻ്റെ അടുത്ത് എൻ്റെ സഹകരണം അഭ്യർത്ഥിച്ചു വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിരോധമില്ല. കാരണം നിങ്ങൾ ആദ്യമേ തന്നെ എന്നെ പുറത്താക്കിയതിൻ്റെ നടപടി ഒഴിവാക്ക്. നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് നാളുകളായി, ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. തിരിച്ചെടുക്കാത്തടത്തോളം കാലം നമ്മൾക്ക് അങ്ങ് സഹകരിച്ച് പോലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന വാക്ക് അത് ഞങ്ങൾ ഏറ്റു, തിരിച്ചെടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി തിരിച്ചെടുക്കും, ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച എനിക്ക് അത് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. അവരുടെ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലൊന്നും ഞാൻ പോകാറില്ല. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പറയുന്നത് എനിക്കറിയാം. അത് പോകാത്തത് കൊണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ ഭാവിയിലെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് പഞ്ചായത്ത് ഭരിക്കും. അപ്പോൾ അതുകൊണ്ട് ഔസേപ്പാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഉറപ്പായി ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം ഉദിച്ചു. അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? നമ്മൾ 10 അവരും 10, അപ്പോൾ ഉറപ്പായിട്ട് ഭരിക്കാൻ അതെങ്ങനെയാണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, BJP നമുക്ക് വോട്ട് ചെയ്യും, നമ്മളവർ സഹായിക്കും. അപ്പോൾ മുൻപേ തന്നെ ധാരണകൾ നടന്നിട്ടുണ്ട്. കൃത്യം ഈ BJP-യുമായിട്ട് ഡീല് നേരത്തെ ഉണ്ടാക്കി ആ കാര്യം താങ്കൾ ഉറപ്പിച്ചോ? അത് ചോദിച്ചോ അവരോട്? ഇങ്ങനെ BJP വോട്ട് ചെയ്യുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞപ്പോൾ ഡീല് ചെയ്യാതെ അങ്ങനെ പറയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരാളൊക്കെ വേണമെങ്കിൽ തെറ്റി വോട്ട് ചെയ്യാം. ഇത് അവർ 4 പേരുണ്ട്. ആ 4 പേരും നമുക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് കൃത്യമായ വ്യവസ്ഥകളോട് തന്നെയല്ലേ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിലെ തോൽവിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ച ഈ തെരഞ്ഞെടുപ്പിലും അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പല ബൂത്തുകളിൽ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10 ബൂത്തിലോ അങ്ങാണ്ടാണ് 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്നത്. അന്ന് ഒത്തിരി ബൂത്തുകളിൽ 3-ാം സ്ഥാനത്ത് പോയിരുന്നു. അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും LDF-മായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് കൂടി ഔസേപ്പ് പറഞ്ഞു വെക്കുന്നു. ക്യാമറ പേഴ്സൺ അനീഷിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, തൃശ്ശൂർ. അഹമ്മദ് മുസ്തഫ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. മുസ്തഫ, ഇതിപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഔസേപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അല്ലേ? അമൃത സൂചിപ്പിച്ചതുപോലെ നേരത്തെ പറയാതിരുന്ന കുറേയധികം കാര്യങ്ങൾ മാധ്യമങ്ങൾ പലതവണ ബന്ധപ്പെട്ടപ്പോഴും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞത്. ഇന്ന് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ മറ്റത്തൂരിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തൻ്റെ വീട്ടിൽ സമീപിച്ചിരുന്നു. അപ്പോഴും 10-10 എന്നുള്ള നിലയ്ക്ക് ടോസിലൂടെ അല്ലാതെ ഭരണത്തിലേക്ക് എങ്ങനെയാണ് വരിക എന്ന കാര്യം അന്വേഷിച്ചപ്പോഴാണ് അത് BJP-യുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയും പിന്നീട് ആവർത്തിച്ച് അന്വേഷിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ അത് ഔസേപ്പ് തന്നെ പ്രസിഡന്റ് ആകും, 10 അംഗങ്ങൾക്കൊപ്പം ചില ആളുകൾ കൂടി നമുക്ക് വോട്ട് ചെയ്യും, അങ്ങനെ ഭരണം പിടിക്കുമെന്നൊരു ഉറപ്പ് ചന്ദ്രൻ നൽകി, DCC ജനറൽ സെക്രട്ടറിയായ ചന്ദ്രൻ നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്.
ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞത് ഈ മുരളീധരൻ തോറ്റ സുരേഷ് ഗോപി ജയിച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിലും ചന്ദ്രന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം തനിക്ക് അനുഭവമുള്ളത് അതിനു മുമ്പ് പ്രതാപൻ ജയിച്ച തെരഞ്ഞെടുപ്പാണ്. അന്ന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LDFും UDFും 9,000 വോട്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. ആ 9,000 വോട്ടിന്റെ വ്യത്യാസം മറികടക്കാൻ തങ്ങൾ പ്രവർത്തിച്ചത് വെറും 900 വോട്ടിലേക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ മാത്രം ആ രൂപത്തിൽ വോട്ട് വർധന ഉണ്ടാക്കി. ആകെ 900 വോട്ട് 9,000-ൽ നിന്ന് 900 വോട്ടിലേക്ക് കുറച്ചു കൊണ്ടുവന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അന്ന് വളരെ സജീവമായി തന്നെ 30-ലധികം ബൂത്തുകളിൽ പ്രവർത്തനങ്ങളുമായി മീറ്റിംഗ് വിളിക്കുകയും ഫണ്ട് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമയത്ത് ഈ ചന്ദ്രൻ തങ്ങളെ വിളിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞത്, ഇത്ര സജീവമായി പ്രവർത്തിക്കേണ്ടതില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, ആരാണോ മുന്നോട്ട് വരുന്നത് അവർക്ക് ഏതാനും ചില ആളുകൾക്ക് ഫണ്ട് നൽകുന്നത് ഉൾപ്പെടെ മതി, വളരെ സജീവമായി എല്ലാ ബൂത്തിലും പോയി യോഗം വിളിക്കേണ്ടതൊന്നുമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് തൻ്റെ അനുഭവമാണ്. അത് TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യമാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ജയിക്കുകയും K മുരളീധരൻ തോൽക്കുകയും ചെയ്ത ഈ തെരഞ്ഞെടുപ്പിലും ചന്ദ്രൻ ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചന്ദ്രൻ വൈകാതെ തന്നെ BJPയിൽ പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മറ്റത്തൊരു സംബന്ധിച്ച് ഔസേപ്പിന്റെ വെളിപ്പെടുത്തലുകൾ കൂടി വന്ന സമയത്ത്, നേരത്തെ ഇത് BJPയുടെ പിന്തുണ പരസ്യമായി ചെയ്തിട്ടില്ല, CPM-നെ പുറത്താക്കാൻ വേണ്ടി പ്രാദേശികമായി ഒരു നീക്കുപോക്ക് നടത്തിയതാണെന്ന് DCC ഉൾപ്പെടെയുള്ള ആളുകളും അവിടുത്തെ ആളുകളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഔസേപ്പിന്റെ വിശദീകരണം വന്നിരിക്കുകയാണ്. കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞുറപ്പിച്ച ചില ഡീൽ അത് ഈ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ നിർണായകമായ പങ്കോട് കൂടിയാണ് നടന്നത്. തന്നെ കണ്ടിരുന്നു, തന്നോട് പറഞ്ഞത് BJPയുടെ വോട്ടും തങ്ങൾക്ക് ലഭിക്കും, അങ്ങനെ ഭരണം പിടിക്കും, ഔസേപ്പ് പ്രസിഡന്റ് ആകുമെന്നാണ്. പക്ഷെ ഔസേപ്പ് ഈ കാര്യം അത് നിഷേധിച്ച സാഹചര്യത്തിലാണ് ടെസിയെ തേടി പോവുകയും അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് BJPയുടെ പിന്തുണ ഉണ്ടാവുകയും ഒക്കെ. ഈ ടെസി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയല്ല, കൂടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചയാളാണ്. ടെസിക്ക് അങ്ങനെ ടെസിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനൊപ്പം തന്നെ മറ്റുള്ളവരും BJPയും പിന്തുണക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഔസേപ്പ് പങ്കുവെക്കുന്നത്. അമൃത.